എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബുധനാഴ്ച. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡേ 5 വാരാഹി സ്പെഷ്യൽ പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പൂജയിലും പങ്കെടുക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പേരും ആവശ്യവും അതുപോലെ നക്ഷത്രവും മെൻഷൻ ചെയ്ത കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്കത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനാകും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സൈഡിലത്തെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും നോക്കുക സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് ചെയ്യുക. ഇപ്പോൾ ചെയ്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കുറേ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഭർത്താവിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി മെമ്പറിന് വേണ്ടിയിട്ടുണ്ടായാലും ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും തന്നെ വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാവരുടെ കാര്യത്തിനും ഒരു സമാധാനം അല്ലെങ്കിൽ അത് അതിനൊരു സൊല്യൂഷൻ എന്തായാലും വരാഹി ദേവി കാണും. ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ കാര്യവും സാധിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വരാഹി ദേവിയെ ആരാധിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്. വരാഹി ദേവി എത്ര സമയം എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഒരിക്കലും നമ്മളൊരു കാര്യം സാധ്യത്തിന് വേണ്ടി മാത്രം വാരാഹി ദേവിയെ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മൾ വാരാഹി ദേവിയെ ആരാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ദേവിയോടുള്ളൊരു വിശ്വാസം അതുപോലെ തന്നെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കും വരാഹിയമ്മ ഒരിക്കലും നമ്മളെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ കൂടുതൽ സഫർ ചെയ്യിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സഫർ ആകാനായിട്ട് അങ്ങനെ പരീക്ഷിക്കുകയോ ഒന്നുമില്ല. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഒരു ഫലമുണ്ടായിരിക്കും. അതെന്തായാലും സാധിച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ദുരിതവും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് തരണം ചെയ്തേ മതിയാവുള്ളൂ. ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ കലർന്നതാണ്. അതിൽ സന്തോഷം വരുമ്പോൾ നമ്മൾ മതിമറന്ന് ആ ഒരു രീതിയിലായിരിക്കും. അതേസമയം നമ്മൾ സങ്കടം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായി ഡിപ്രസ്ഡ് ആവുകയും അതുപോലെ പല ചിന്തകൾ നമ്മുടെ മൈൻഡിൽ വരും അല്ലേ. അതായത് ചിലപ്പോൾ നമ്മൾ ആ ഒരു നിമിഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും അടുത്ത് നമ്മളെ ഇടപഴകുന്ന ആളുകളെ പോലും ദൈവത്തെ പോലും നമ്മൾ മറക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒരിക്കലും ആർക്കും ഉണ്ടാകരുത്. നമ്മുടെ സങ്കടം എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം എങ്കിൽ പോലും ഒരിക്കലും സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കരുത്. അതൊന്നും അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ കാണും. നമ്മൾ കാരണം ചിലപ്പം മോട്ടിവേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും തളർന്നു പോകും. നമ്മളുടെ ആ ഒരു അത്രയും രീതിയിലുള്ള ആ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ചിന്താഗതിയിലോട്ട് ഒരാളും തന്നെ പോകരുത്. നമ്മൾക്ക് വരുന്ന കഷ്ടകാലങ്ങൾ നമുക്ക് ഇനിയൊരു നല്ലതിന് വേണ്ടിയുള്ള തുടക്കമാണെന്ന് കരുതുക. അതല്ലാതെ നമ്മൾക്ക് മാത്രമേ സങ്കടങ്ങൾ വിധിച്ചിട്ടുള്ളൂ, നമ്മൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം തരാറുള്ളൂ, നമ്മൾ മാത്രമാണ് ദൈവം പരീക്ഷിക്കുന്നത്, അങ്ങനെ ഒരിക്കലും കരുതരുത്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. നല്ലൊരു ദിവസം നമുക്ക് എന്തായാലും നമ്മുടെ ദൈവം തരും. ഓക്കെ, ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയേ ചെയ്യരുത്. വാരാഹി അമ്മയെ ധ്യാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് മെയിനായിട്ടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഡെയിലി, അതായത് എല്ലാ ദിവസവും വാരാഹി മന്ത്രം ഉരുവിടുക. വാരാഹി മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ തന്നെ ആ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അത്യത്ഭുതമായ ആ ഒരു മന്ത്രശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. വാരാഹി അമ്മ എന്ന് പറയുന്നത് തന്നെ ആ ഒരു അമ്മയുടെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. എന്താണെന്നറിയില്ല, എന്തോ ഒരു അനുഗ്രഹം കിട്ടുന്ന മാതിരി ഫീലിംഗ് ആണ്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ദുരിതങ്ങളിലും കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. എന്നാലും നമ്മൾ ജീവിച്ചല്ലേ മതിയാവും. നമ്മളുടെ ഫാമിലി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാം തന്നെ നമ്മൾ തരണം ചെയ്തേ മതിയാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിനൊരു നല്ല സമയം വരും എന്നതിനാണ് സൂചന എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നടന്നിട്ടുമുണ്ട്. അതേസമയം നമ്മളെ ദ്രോഹിക്കുമ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇല്ല. മുതിർന്നവരാവട്ടെ
അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, അത് നമ്മൾ ആദ്യം ക്ഷമിക്കും. പിന്നെയും നമ്മളെ ആ ഒരു നശീകരണത്തിലൂടെ മാക്സിമം അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയുടെ അവസ്ഥയാണ്. കറിവേപ്പില എന്താണ്, നമ്മൾ കറിക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? കറിയിൽ നിന്ന് നമ്മളെടുത്തിട്ട് ചിലപ്പം ചിലർ എടുക്കുമായിരിക്കും, പക്ഷെ ചിലരോ, മിക്കവാറും ഉള്ള ആളുകൾ അത് കളയുക ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മുടെ റോള് പിന്നെ അതായിരിക്കും, കറിവേപ്പിലയുടെ റോളായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മളെ ദ്രോഹിച്ചവർക്ക് ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ നമ്മളല്ല കൊടുക്കുന്നത്, അത് ദൈവം തന്നെ കൊടുക്കും. നമ്മുടെ മാക്സിമം നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ് അവരെടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ ബിഗ് സീറോ ആക്കി വിടുന്നത് എപ്പോഴും അവർക്ക് തന്നെയാണ് ദൂഷ്യം. കാര്യം എന്താണ്? അതൊരു നല്ല റിലേഷൻ അല്ല എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാവും. ജസ്റ്റ് നമ്മുടെ ബെനിഫിറ്റ് മാത്രം, അതിന് വേണ്ടി മാത്രം നിന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരോട് ദയവ് ചെയ്ത് നമ്മൾ പറയേണ്ട കാര്യം, ഒന്ന് ഒഴിഞ്ഞു പോവൂ, അത് മാത്രം പറയുക. നമുക്ക് മാക്സിമം നമ്മൾ കേട്ടോണ്ടിരിക്കില്ല, സഹിക്കില്ല. തിരിച്ച് പറയേണ്ടതെന്ന് തിരിച്ച് പറയുക തന്നെ വേണം. പക്ഷേ നമ്മളെ ഉപദ്രവിച്ചാൽ, നമ്മളറിയാതെ നമ്മളെ ഉപദ്രവിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷ ഉറപ്പായിട്ടും അത് കൊടുത്തിരിക്കും. അതൊരു ശാപവാക്കൊന്നുമല്ല, അത് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരാണ്, അവരും ചിലപ്പോൾ ദൈവത്തെ വിളിക്കുന്നത്. അവരുടെ വിചാരം എന്ന് വെച്ചാൽ അവർ മാത്രം വിളിച്ചു കഴിഞ്ഞാലേ ദൈവം കേൾക്കുകയുള്ളൂ. അവരിത്ര ദ്രോഹതരം ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ സൈഡിൽ ദൈവം നിൽക്കുകയുള്ളൂ എന്നുള്ള ധാരണയായിരിക്കാം, മേ ബി, അത് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയൊക്കെ ദ്രോഹതരം ചെയ്തിട്ട് ദൈവത്തിനെ വിളിച്ചിട്ടും ചിലപ്പം ദൈവം അവരുദ്ദേശിക്കുന്ന കാര്യം സാധിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ അതിനധികം ആയുസ് ഉണ്ടാവില്ല, അവർ നശിക്കാൻ അത്ര സമയം മതി. ഓക്കെ, നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരെ ചേർത്ത് പിടിക്കുമോ, അതോ ദ്രോഹതരം ചെയ്യുന്നവരെ ദൈവം നെഞ്ചോട് ചേർത്ത് പിടിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത്. ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രതിസന്ധികൾ എന്തായാലും മാറി നല്ലൊരു രീതിയിലേക്ക് വരും. ഓക്കെ, എന്താ പറയുക, നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. നല്ല സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നമുക്ക് എല്ലാം നല്ല രീതിയിൽ പോകാനായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനവും, അതാണല്ലോ എല്ലാവർക്കും ആവശ്യം. അത് എന്തായാലും അത് ശരിയായി വരും. അതിനുവേണ്ടി നമ്മൾ വാരാഹി ദേവി ആരാധിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇനി അത് മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം 2 മിനിറ്റ് കണ്ണടച്ച് മനസ്സിൽ ദേവിയെ വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ സ്കിപ്പാകാതെ ഫുള്ളായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ആവട്ടെ, ഏത് സ്ഥലത്തും ആയിക്കോട്ടെ, US ആവട്ടെ അല്ലെങ്കിൽ കാനഡ ആവട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വാരാഹി ദേവിയെ അറിയാൻ കഴിയട്ടെ. അതുപോലെ തന്നെ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ മിസ് ചെയ്യാനുള്ള ആളുകളുണ്ടാവാം നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? അപ്പോൾ അവർക്ക് അങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ അവർക്കത് പറ്റുന്നുണ്ടെങ്കിൽ പറ്റട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളും സാധിച്ചു തരുള്ളൂ. അല്ലാതെ നമ്മളുടെ ഒരു അഹങ്കാരത്തോടു കൂടി നമ്മുടെ കാര്യം സാധിച്ചു തരാൻ വേണ്ടി ദേവിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവവും കേൾക്കത്തില്ല. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നേ ആഗ്രഹിക്കാവുള്ളൂ. അപ്പോൾ ഏതാ മന്ത്രജപം എന്നുള്ളത് ഞാൻ പറയാം, കൂടെ ചൊല്ലുക കേട്ടോ. ഓം ഇന്ദീവര സന്നിഭായേ നമഃ. 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 ഓം
इन्दीवरसन्निभायै नमः। ॐ 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 इन्दीवरसन्निभायै